കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട്. ഈസ്റ്റ് ഫോർട്ട് റോഡിലാണ് വെള്ളക്കെട്ടുണ്ടായത്. വരുന്ന 3 മണിക്കൂറിൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. കൂടുതൽ വിവരങ്ങളുമായി സൻസ ശോഭ ചേരുകയാണ്. സൻസ, എന്തായാലും വലിയ തരത്തിലാണ് വെള്ളക്കെട്ടുണ്ടാകുന്നത്. എന്തായാലും കനത്ത മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. അതെ രുചീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പുഴയിലൊക്കെ ആണെന്ന് തോന്നും. പക്ഷെ അത് പുഴയല്ല, ഇത് ഈസ്റ്റ് ഫോർട്ടിലെ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂറിൽ തിരുവനന്തപുരത്ത് കനത്ത മഴയായിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് ആയിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കനത്ത മഴ പെയ്തു. കനത്ത കാറ്റും ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയായിരുന്നു. ഇവിടെ ആകെ വെള്ളം കയറിയിട്ടുണ്ട്. ഈസ്റ്റ് ഫോർട്ട് റോഡും ആ റോഡിന്റെ അറ്റത്തേക്ക് ക്യാമറ പാൻ ചെയ്യുമ്പോൾ കാണാം, റോഡിന്റെ അറ്റം വരെ വലിയ തോതിൽ വെള്ളമാണ്. വാഹനമൊക്കെ ഈ വെള്ളത്തിലൂടെയാണ് വരുന്നത്. വലിയ തരത്തിൽ ഈ ബസ് സ്റ്റാൻഡിൽ വരുന്നവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. മൊത്തം വെള്ളം കയറിയ അവസ്ഥയാണ്. കാലവർഷം ഒരു 3-4 ദിവസത്തിനകം കേരള തീരം തൊടുമെന്നാണ് അറിയുന്നത്. അത്തരത്തിലുള്ള മുന്നറിയിപ്പാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇപ്പോൾ ഇടവിട്ടുള്ള മഴയ്ക്ക് തന്നെ ഇത്തരത്തിലാണ് നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എന്താകും ഉണ്ടാകുക എന്നത് ഒരു ചോദ്യം തന്നെയാണ്. അത്തരത്തിൽ വെള്ളം 3 മണിക്കൂർ പെയ്ത മഴയിൽ ഉണ്ടായ വെള്ളക്കെട്ടാണ് നമ്മൾ കാണുന്നത്. ബസ് സ്റ്റാൻഡ് മുഴുവനായിട്ട് മുങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സമയത്ത് ഇവിടെ 1-2 ബസ്സൊന്നുമല്ല വേണ്ടത്. വിഴിഞ്ഞം ആ ഭാഗത്തേക്കൊക്കെ പോകേണ്ട ബസ്സുകളാണ്. ഈ തീരദേശ മേഖലയിലും നെടുമങ്ങാട് പോലെയുള്ള തിരുവനന്തപുരത്തിന്റെ ദൂരപ്രദേശങ്ങളിലേക്ക് പോകേണ്ട ഒട്ടനവധി ബസ്സുകൾ ഇവിടെ നിർത്തിയിടേണ്ട ഒരു സമയമാണ്. പക്ഷെ ഒരു ബസ്സാണ് നിലവിലുള്ളത്. കാരണം ഈ ബസ് സ്റ്റാൻഡ് മുഴുവൻ വെള്ളമാണ്. ഈ ബസ് സ്റ്റാൻഡിന്റെ അങ്ങേ അറ്റം വരെ നോക്കിയാൽ കാണാം വെള്ളം കൊണ്ട് നിറഞ്ഞ ഒരു അവസ്ഥയാണ്. ഇത് 3 മണിക്കൂറിൽ പെയ്ത മഴയിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്ന് ഓർക്കണം. വരുന്ന കാലവർഷക്കാലത്തെ എങ്ങനെയായിരിക്കും ഈ സാധാരണഗതിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണവും മറ്റ് ഒരുക്കങ്ങളൊക്കെ നടത്തുന്നതാണ്. ഇപ്പോൾ ഒരു വേനൽ മഴ മാത്രമാണ് ഈ കാണുന്നത്. ഇനി കാലവർഷം വരുമ്പോൾ ഇതിന്റെ സ്ഥിതി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാകും. അതെ, അത്തരത്തിൽ ഇന്നാണ് ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ മന്ത്രിതല യോഗത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഒഴുകി പോകുന്നത് കാണാം. ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനൊപ്പം ഈ വേസ്റ്റും അതിന് കൂടിക്കലർന്ന് ഇങ്ങനെ ഒഴുകുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അപ്പോൾ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഇതാ വെള്ളത്തിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ഒഴുകുന്നത് നമുക്ക് കാണാം. ഈ വെള്ളത്തിലൊക്കെ കാല് വെച്ചാൽ വലിയ രോഗങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ കോർപ്പറേഷൻ തലത്തിൽ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ നടക്കേണ്ടതാണ്. എന്തുകൊണ്ട് നടന്നില്ല എന്നതൊക്കെ ഇപ്പോൾ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും മഴയിൽ കനത്ത രീതിയിൽ വെള്ളം കയറിയ ഒരു അവസ്ഥയാണ്. ഇത്തരത്തിൽ ഇവിടെ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ കുറെ പേർ നിൽക്കുന്നുണ്ട്. അവരിലേക്കൊക്കെ നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട്. കാരണം വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവരൊക്കെ അനുഭവിക്കുന്നത്. അവർക്ക് പോകാൻ ബസ്സില്ലാത്ത അവസ്ഥ അടക്കമുണ്ട്. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ മഴ തോർന്നതിന് ശേഷമാണ് ബസ്സൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് യാത്രക്കാരോട് തന്നെ ചോദിക്കാം. അമ്മ, വെള്ളം കയറിയിട്ട് വലിയ ബുദ്ധിമുട്ടാണോ? പിന്നെ വലിയ ബുദ്ധിമുട്ടല്ലേ. മനുഷ്യൻ നടക്കുമ്പോൾ അണുക്കള് എന്തുമാത്രം അണുക്കളുണ്ടെന്ന് അറിയാമോ? ഈ വെള്ളം ചെയ്താലേ ആൾക്കാരെ കാലിലും കയറി അവര് അസുഖങ്ങളൊക്കെ പിടിച്ച് ആശുപത്രി കയറി പോണത്. അണുക്കളും കയറി ഈ അഴുക്ക് വെള്ളമല്ലേ ഇത് കിടക്കുന്ന അത്രയും. ഇത് ഡ്രെയിനേജ് പൊട്ടിയ വെള്ളമാണ് കേട്ടോ. ഡ്രെയിനേജ് പൊട്ടിയ വെള്ളമാണ്. ഈ മഴയ്ക്ക് മുമ്പേ ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതായിരുന്നില്ലേ? നടത്തേണ്ടത് ആരിവിടെ നടത്തുന്നത്? ആരിവിടെ നടത്തുന്നത്? ഇവിടെ ആരാണ് ഇവിടെ ഭാരവാഹികളുള്ളത്? ഒരു മെമ്പർമാരുമില്ല. ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു മെമ്പർമാരും ഇല്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും. പിന്നെ ഓടയിലൊക്കെ വിടുന്നതിന് ആര് സമാനം പറയും? എനിക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങി പോകാനൊക്കോ? ഞാൻ വണ്ടി കാത്തു നിൽക്കുകയാണ്. പോകാനൊക്കോ? അതാണ് പറഞ്ഞത്. വയസ്സായവരൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവരെയൊക്കെ പിടിച്ച് കയറ്റാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ അതിന്റെ നിയന്ത്രണം നിങ്ങൾ അത് ചെയ്യണം. നിങ്ങൾ ചെയ്തേ പറ്റൂ. അല്ല ഇവിടുത്തെ നിയന്ത്രണം, ഇവിടുത്തെ ഭാരവാഹികളൊന്നും ഇതിന്റെ കാര്യങ്ങളൊന്നും അവർ ചെയ്യാനൊന്നുമില്ല. അതേ രുചീഷ്, അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ഇവിടെ വൃദ്ധന്മാരും കുട്ടികൾ അടക്കം വലിയ തോതിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. നമ്മൾ കേട്ട പ്രതികരണം, ഈ ഓട പൊട്ടിയ വെള്ളമാണ് ഇപ്പോൾ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഉണ്ട്. ഇതിൽ കാലുകുത്തിയാൽ പല രോഗങ്ങളും വരുമെന്ന് ഇവിടുത്തെ തിരുവനന്തപുരത്തെ സംഭവമാണ്. പക്ഷേ നമുക്ക് ഒരു വലിയ മഴക്കാലം നമുക്ക് മുന്നിലുള്ളപ്പോൾ അത് സംസ്ഥാനത്തുടനീളമുള്ള സ്ഥലങ്ങളിൽ അത്തരം നഗരസഭകളിലും അതോ കോർപ്പറേഷനും ഒക്കെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ കാഴ്ചകൾ. അതെ, അത്തരത്തിൽ
ഇന്നാണ് മന്ത്രിതലത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഇത്തരം വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതും അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും ഉടനടി നടപ്പാക്കാൻ മന്ത്രിതലത്തിൽ നിർദ്ദേശം നൽകിയത്. മന്ത്രിസഭ മാറിയതൊക്കെ അവിടെ ഉണ്ട് എങ്കിൽ പോലും ഈ വേനൽ മഴയും അതുപോലെ കാലവർഷവും കണക്കാക്കി തന്നെ എല്ലാ ദിവസവും നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് മഴയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അത് കണക്കാക്കി തന്നെ മുൻപേ കൂട്ടി തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടതായിരുന്നു. അത് നടക്കാത്തതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ബസ് സ്റ്റാൻഡ് മുഴുവൻ വെള്ളമാണ്, വലിയ തരത്തിൽ ഡ്രൈനേജ് അടക്കം പൊട്ടിയിട്ടുള്ള വെള്ളമാണ്. ജനങ്ങൾ തന്നെ അതിന്റെ പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടു. എങ്ങനെയാണ് അവരൊക്കെ ഇതിലൂടെ നടക്കേണ്ടത്? കാരണം ബസ് സ്റ്റാൻഡാണ്, നിരവധി പേർ ബസ്സിൽ കയറി അവരുടെ വീടുകളിലും ജോലി സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇതാണ് അവസ്ഥ. അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് കാലവർഷം ഇതുവരെ തുടങ്ങിയിട്ടില്ല. കാലവർഷം തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അതിനു മുൻപേ എങ്കിലും കണ്ടെത്തണമെന്ന് തന്നെയാണ് രുചീഷ് പറയാനുള്ളത്.